നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട്. ആ പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി അറിയില്ല. അഥവാ അറിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്ന് നോക്കിയാലോ. അതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അങ്ങനെ ഒന്ന് നോക്കി തരാമോന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കാം നമുക്ക്. ഓക്കെ, ജനറൽ റീഡിംഗ് ആണ്, ആ രീതിയിൽ മാത്രമേ എടുക്കാവൂ കേട്ടോ. 10 of Wands, Empress, 10 of Pentacles, 6 of Cups, King of Cups, the Fool, 3 of Pentacles. എനിക്ക് ഇവിടെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ അവരുടെ ഫാമിലി ആയിട്ട് തന്നെയാണ് കണക്റ്റ് ആവുന്നത് കേട്ടോ. അവർ അറിഞ്ഞാൽ വളരെ വിഷമതയോടെ ആയിരിക്കും പ്രതികരിക്കുക, സങ്കടം പ്രകടിപ്പിക്കും. അവർക്ക് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അങ്ങനെ മറ്റൊരാളുമായിട്ടൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഇരിക്കുന്നത് അവർക്ക് ഒരു കാരണവശാലും സഹിക്കാൻ പറ്റില്ല എന്ന് തന്നെ അവർ പറയും. അല്ലാതെ നമ്മളെന്ത് എക്സ്പെക്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ തന്നെ അവർ പറയും. നിങ്ങളുടേത് ലോങ് ടേം മാരേജാണ്. ആ ലോങ് ടേം മാരേജിനെ പറ്റി നിങ്ങൾ മറന്നുപോയോ, നമ്മളുടെ ഇടയിലുള്ള മെമ്മറീസ് നിങ്ങൾ മറന്നുപോയോ എന്നവർ ചോദിക്കും. കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കും. നിങ്ങൾ അവരുടെ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുമാണ്, അത് ഓർമ്മിപ്പിക്കും. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അവർ ഓർമ്മിപ്പിക്കും. ഓക്കെ, അവരുടെ തെറ്റാണോ, അത് അവരുടെ തെറ്റുകൊണ്ടാണോ, അവർ സ്നേഹം പ്രകടിപ്പിക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത് എന്നവർ മനസ്സിലാക്കാൻ ശ്രമിക്കും കേട്ടോ. അവർ ഭയങ്കരമായി അതിതീവ്രമായിട്ടൊന്നും അല്ല പ്രതികരിക്കുക. ഓക്കെ, സമാധാനമായിട്ട് നിങ്ങളോട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുക. പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തേർഡ് പേഴ്സൺ. ഓക്കെ, ശ്രമിക്കുക എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ വിളിച്ച് സംസാരിക്കാനും സാധ്യതയുണ്ട്. ഒന്നിച്ചിരുന്ന് സംസാരിച്ച് എന്താണ് ആക്ച്വൽ സ്ഥിതി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നത് എന്നുള്ള രീതിയിൽ ഒന്നുകിൽ അത് അവരുടെ സുഹൃത്തുക്കളോടോ ആരോടെങ്കിലും അത് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ തന്നെ വിളിച്ച് സംസാരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ചിലർ ഒരു കേസിന് ഡയറക്റ്റായിട്ട് പോകും. കേസ് ബൈ കേസാണത്. അവരവരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. ചിലർ എന്നാൽ സെപ്പറേറ്റ് ആവാം, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നോക്കിക്കോളൂ എന്നുള്ള രീതിയിൽ അവർ പറയുമെന്നും കാണുന്നു. ഓക്കെ, തളർന്നു പോകുന്ന മനുഷ്യരുമുണ്ട് കേട്ടോ. കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ വല്ലാതെ തളർന്നു പോകുന്ന ഒരവസ്ഥയും ചിലർക്കെങ്കിലും കാണുന്നുണ്ട് കേട്ടോ. ഇനി അവരുടെ തെറ്റുകൊണ്ടാണോ നിങ്ങൾ അവരെ വിട്ടുപോകാൻ തയ്യാറായത് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിങ്ങളുടെ അടുത്ത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ തേർഡ് പേഴ്സൺ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, എനിക്കിവിടെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി സ്പൗസായിട്ട് തന്നെ